ഹൃദയസ്പർശമാക്കുന്ന രീതിയിൽ സുവിശിഷ്ടമായി പാടി. ഇത് ദീർഘസുമന്ത്രി എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കണ്ണദാസിനെ എഴുതി എംബുസ്നാഥ് ഇനം പറഞ്ഞ അതിമനോഹരമായ പാട്ടാണ്. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബോളിലെ പ്രതിഹര എന്നുള്ള പാട്ട് കുട്ടിയിൽ പാടി പ്രശസ്തയായി അഖിലേന്ത്യാ പ്രശസ്തയായി വാണിജ്യറാം തമിഴിൽ പാടിയ ആദ്യത്തെ ഹിറ്റുകാരൻ. ഈ പാട്ടാണ് വാണിജ്യറാമിന് ഈ സുശീലയുടെയും എസ് ജാനകിയുടെയും കൂടെ ഇരിക്കാനുള്ള അവസരം നൽകിയത്. അപ്പം ഈ പാട്ട് തിരഞ്ഞെടുത്തതിന് ആദ്യം അഭിനന്ദിക്കുന്നു. ഇത് പാടാൻ വളരെ പ്രയാസമുള്ള പാട്ടാണ്. അത് ഇത്രയും ഭംഗിയായി പാടിയത് എത്ര അഭിനയിച്ചാൽ അധികമാവുകയില്ല. ഈ സുശീലയെ പോലെയും എസ് ജാനകി പോലെയും വാണിജ്യറാം പോലെയും ഒരു നല്ല കാര്യമായി ചെയ്തതെന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രുതി, എനിക്ക് വളരെ പ്രതീക്ഷയുള്ള പാട്ടുകാരിയാണ്. സാർ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും വലിയ ഹൈറ്റിലോട്ട് പോകാനായിട്ട് ഈ സ്റ്റേജ് അതിനൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് ഇത്രയും സെൻസിറ്റീവായിട്ട് പാടാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അത് അതിൻ്റെ എല്ലാ സെൻസിറ്റിവിറ്റിയിലും പാടിയിട്ടുണ്ട് എന്ന് പറയാണ്ടിരിക്കാൻ സാധിക്കും. പിന്നെ ശ്രുതിയുടെ ശബ്ദത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുന്നു. അതിനൊരു വല്ലാത്തൊരു വ്യത്യസ്തതയുണ്ട്. ആരെയും ചിന്തിക്കുന്നതായിട്ട് തോന്നുന്നില്ല. സ്വന്തം ഒരു ശൈലി ഉണ്ടാക്കാനുള്ള ശ്രമം ശ്രുതിയുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ശൈലിയുമായിട്ട് മുന്നോട്ട് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട്. പിന്നെ ഒരു ചെറിയ നെഗറ്റീവ് ഭാഗം ഞാൻ പറയും, വേറെ പോലെ ശരിക്കും അവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് പോകുമ്പോൾ ഏകാഗ്രത വേണം ആ പാട്ടിൽ ശ്രദ്ധ. അത് മാത്രമല്ല, കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കട്ടെ. എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. But I think as Jayachandran rightly put it earlier, Georgia, നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് you thought we could keep a whistle. I think this is on the second part. രണ്ടെണ്ണം കൂടെ I think you're amazing. ഞാൻ നേരത്തെ കാര്യം പറഞ്ഞത് ശ്രുതിയുടെ വോയിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ നൈസ് പിച്ച്. ഭയങ്കര മൂർച്ചയുള്ള വോയിസാണ്, നല്ല ക്രിസ്പാണ്. ഈ പേപ്പർ കീർന്നിട്ട് കഴിഞ്ഞു അതാണ് എനിക്ക് തോന്നി. ഇറ്റ്സ് വെരി ക്രിസ്പ്. God bless you, because this is God-given voice, and keep it safe. അതാണ് സ്റ്റീഫന്റെ നോട്ട്സുമായിട്ട് അറിവ് ലയിച്ചിരുന്നത്. ശരിക്കും സ്റ്റീഫന്റെ വളരെ ഷാർപ്പാണ്. വളരെ I loved it. God bless you. ശ്രുതി, ഇന്ന് ഹാപ്പി ആയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടല്ലേ? ഈ റീസണും കൂടെ ഹാപ്പി ആക്കും. You're confident. പലപ്പോഴും പറ്റാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് എ ഗുഡ് സിംഗർ എന്നുള്ളതിലുപരി സൂപ്പർ സ്റ്റാറിൽ നമുക്ക് വേണ്ടത് ഒരു ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ആക്സെപ്റ്റബിലിറ്റിയാണ് അല്ലേ? നമ്മൾ നന്നായി പാടിയേക്കാം. ജഡ്ജസ് ഇത്രയും പോസിറ്റീവ് പറഞ്ഞിട്ട് പറഞ്ഞേ. പക്ഷേ ഇവിടെ മാറ്റം ചെയ്യാനുള്ളത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് അവരുടെ വോട്ടാണ്. ശ്രുതി, ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി മറുപടി വന്നപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം. Hi viewers, എനിക്ക് ആദ്യമായിട്ട് I want to thank you people for voting for me. എനിക്ക് ഞാനിപ്പോൾ സേവ്ഡ് ഓൺ 90 only because of the SMS I got. അതുകൊണ്ട് എന്നെ ഇതേപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പാട്ട് ഇന്നത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഇനിയും എന്നെ സേവ്ഡ് ഓണിൽ തന്നെ എത്തിക്കണം. താങ്ക് യു വെരി മച്ച്.